പ്രിയപ്പെട്ടവരെ, ഏവർക്കും ക്ലിയർ കെമിസ്ട്രി എന്ന ചാനലിലേക്ക് സ്വാഗതം. 10th CBSEയിലെ ഒന്നാമത്തെ ചാപ്റ്ററായ കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസിലെ ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ എന്ന ടോപ്പിക്കിലേക്ക് നമുക്കൊന്ന് കടന്നാലോ. കെമിക്കൽ റിയാക്ഷൻസ് നമ്മൾ കണ്ടായിരുന്നു. കെമിക്കൽ റിയാക്ഷൻസിൻ്റെ പ്രധാനപ്പെട്ട 4 വിഭാഗങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തേത് കോമ്പിനേഷൻ റിയാക്ഷൻ, 2 ഡീകമ്പോസിഷൻ റിയാക്ഷൻ, 3 ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ, 4 ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. അപ്പോൾ 4നും 4 റിയാക്ഷൻസിൻ്റേതായ പ്രത്യേകതകൾ ഉണ്ട്. അതിൽ ഒന്നാമത്തെ റിയാക്ഷൻ കോമ്പിനേഷൻ. കോമ്പിനേഷൻ റിയാക്ഷൻസ് ആ വാക്കിൽ തന്നെ ഉണ്ട്, എന്തോ കമ്പൈൻ ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ കോമ്പിനേഷൻ റിയാക്ഷൻസ് എന്താണെന്ന് ചോദിച്ചാൽ അതൊരു ടൈപ്പ് ഓഫ് റിയാക്ഷനാണ്. അതിൽ 2 അതിൽ കൂടുതലോ റിയാക്റ്റൻസ് കമ്പൈൻ ചെയ്ത് ഒരു സിംഗിൾ പ്രോഡക്റ്റായി മാറുന്നു. അപ്പോൾ A+B ഗീവ്സ് AB. എയും ബിയും 2 ഡിഫറെൻറ്റ് റിയാക്റ്റൻസ് ആണ്. അതിൽ 2 പേരും എലമെൻറ്റ്സ് ആകാം, 2 പേരിൽ ഒരാൾ എലമെൻറ്റും ഒരാൾ കോമ്പൗണ്ടും ആകാം, 2 പേരും കോമ്പൗണ്ടുകളും ആകാം. എങ്ങനെ ആയാലും 2 പേർ ചേർന്ന് ഒരു സിംഗിൾ പ്രോഡക്റ്റ് വന്നാൽ ആ റിയാക്ഷൻ ഈസ് കോമ്പിനേഷൻ. എക്സാമ്പിൾസ് നോക്കാം. എക്സാമ്പിൾസ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് കാൽഷ്യം ഓക്സൈഡ് വെള്ളവുമായി ചേരുമ്പോൾ 2 റിയാക്റ്റൻറ്റുകളും കോമ്പൗണ്ടുകളാണ്. ഫോമിങ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. ഡ്യൂറിങ് ദിസ് പ്രോസസ് amount of heat is liberated. Then second reaction, കാർബണും ഓക്സിജനും ചേർന്ന് കാർബൺ ഡയോക്സൈഡ് ഉണ്ടാവുന്നു. അവിടെയും ചൂട് ഇവോൾവ് ചെയ്യുന്നുണ്ട്. ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് വെള്ളമായി മാറുന്നു. അവിടെയും ചൂട് ഇവോൾവ് ചെയ്യുന്നുണ്ട്. പിന്നെ S+O2 SO2 ഇതെല്ലാം തന്നെ കോമ്പിനേഷൻ റിയാക്ഷൻസ് ആണ്. ഇനി നമുക്ക് നോക്കാം. ഈ മുകളിൽ പറഞ്ഞ റിയാക്ഷൻസിലെല്ലാം തന്നെ ടീച്ചർ ഇക്വേഷൻ്റെ കൂടെ ഹീറ്റ് എഴുതിയിരിക്കുന്നത് കണ്ടായിരുന്നോ? അപ്പോൾ എല്ലാ ഇക്വേഷൻസിലും ഹീറ്റ് പുറത്തേക്ക് വിടുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഇങ്ങനെ ഏത് റിയാക്ഷനിലാണോ ഹീറ്റ് പുറത്തേക്ക് വിടുന്നത് അല്ലെങ്കിൽ ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്നത് ആ റിയാക്ഷൻസിനെ വിളിക്കുന്ന പേര് എക്സോതെർമിക് റിയാക്ഷൻസ്. ഇഷ്ടംപോലെ എക്സോതെർമിക് റിയാക്ഷൻസ് ഉണ്ട്. ജനറലി നമുക്ക് എല്ലാ കത്തുന്ന പ്രോസസ്സുകളും എല്ലാ ബേണിംഗ് പ്രോസസ്സുകളും ശരിക്കും എക്സോതെർമിക്കാണ്. കണ്ണടച്ച് പറയാം, എക്സോതെർമിക് റിയാക്ഷൻസ് ആണ്. എല്ലാ ബേണിങ്ങിലും ഹീറ്റ് ഇവോൾവ് ചെയ്യും. അതുകൊണ്ട് എല്ലാ ബേണിംഗ് പ്രോസസ്സും നിങ്ങൾക്ക് എക്സാമ്പിളായി എഴുതുകയും ചെയ്യാം. മുകളിൽ പറഞ്ഞ C+O2 CO2, S+O2 SO2, H2+O2 H2O, അതുപോലെ CH4 മീഥേൻ. ഓക്സിജനിൽ കത്തുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡും വെള്ളവും ഉണ്ടാകുന്നതും ഒരു എക്സോതെർമിക് റിയാക്ഷനാണ്. ഇക്വേഷൻ ഇല്ലാതെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന റിയാക്ഷൻ നിങ്ങൾക്ക് പറയാതെ പഠിക്കുന്നത് റെസ്പിറേഷൻ, അതുപോലെ വെജിറ്റബിൾ മാറ്ററിൻ്റെ ഡീകമ്പോസിഷൻ, ഫോമിങ് കമ്പോസ്റ്റ്, ഇതെല്ലാം തന്നെ എക്സോതെർമിക് റിയാക്ഷൻസ് ആണ്. അതുപോലെ നമ്മൾ ആദ്യം പഠിച്ച മെഗ്നീഷ്യം റിബണിൻ്റെ ബേണിംഗ് പ്രോസസ്സ്, അതും എക്സോതെർമിക് റിയാക്ഷൻ ആണ്. നമുക്ക് വൈറ്റ് വാഷിങ്ങിൻ്റെ പ്രിൻസിപ്പിൾ ഒന്ന് നോക്കിയാലോ. പുതിയ വീടുകളെല്ലാം വൈറ്റ് വാഷ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പുതിയ വീടുകളിൽ വൈറ്റ് വാഷ് എന്ന് പറഞ്ഞാൽ ഒരു നിറം ഇല്ലാത്ത, അധികം നിറമില്ലാത്ത, വൈറ്റ് അല്ലാത്ത ഒരു ലിക്വിഡ് നമ്മൾ ചുവരിലേക്ക് അടിക്കുന്നു. കുറേ സമയം കഴിയുമ്പോൾ വീട് നല്ല വെളുത്ത് ഭംഗിയുള്ള വീടായിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. എന്താണ് അവിടെ നടന്ന മാജിക്? നമുക്കൊന്ന് നോക്കാം. എന്താണ് ഈ വൈറ്റ് വാഷ്? വൈറ്റ് വാഷ് എന്താണെന്ന് ചോദിച്ചാൽ കെമിക്കലി കാൽഷ്യം ഹൈഡ്രോക്സൈഡാണ് വൈറ്റ് വാഷ്. ഇതെങ്ങനെ ഉണ്ടാക്കും? വൈറ്റ് വാഷ് നമ്മൾ എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് ചോദിച്ചാൽ ഉണ്ടാക്കിയെടുക്കുന്നത് ഇങ്ങനെയാണ്. കാൽഷ്യം ഓക്സൈഡ് അഥവാ ക്യുക്ക് ലൈം വെള്ളവുമായി റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് വൈറ്റ് വാഷ്, കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. ഈ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് നമ്മൾ ചുവരിലേക്ക് തേച്ച് പറ്റിക്കുമ്പോൾ എയറിലുള്ള അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ഡൈ ഓക്സൈഡുമായി കോണ്ടാക്റ്റിൽ വരുന്ന സമയത്ത്
കാൽഷ്യം ഹൈഡ്രോക്സൈഡ് കാർബൺ ഡൈ ഓക്സൈഡുമായി ചേർന്ന് കാൽഷ്യം കാർബണേറ്റ് എന്ന മിൽക്കി വൈറ്റ് കളേർഡ് സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ചുവരുകൾ നല്ല പ്യുവർ വൈറ്റായി കാണപ്പെടുന്നത്. പറഞ്ഞത് മനസ്സിലായോ? അപ്പോൾ പ്യുവർ വൈറ്റായി മാറുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കാൽഷ്യം കാർബണേറ്റ് ഫോം ചെയ്യുന്നത് കൊണ്ടാണ് അത് പ്യുവർ വൈറ്റ് ആയത്. കാൽഷ്യം കാർബണേറ്റ് എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചാൽ വൈറ്റ് വാഷ് അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ഡൈ ഓക്സൈഡുമായി ചേരുമ്പോൾ. കോമ്പിനേഷൻ എല്ലാവർക്കും കിട്ടിയല്ലോ. എന്നാൽ നമുക്ക് ഡീകമ്പോസിഷൻ റിയാക്ഷനിലേക്ക് ഒന്ന് പോയി നോക്കിയാലോ. ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ റിയാക്ഷൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ റിയാക്റ്റൻ്റ് ബ്രേക്ക് ചെയ്ത് രണ്ടോ അതിൽ കൂടുതലോ സിംപ്ലർ പ്രോഡക്ട്സ് ആകുന്ന റിയാക്ഷനാണ് ഡീകമ്പോസിഷൻ. ഡീകമ്പോസിഷൻ റിയാക്ഷൻ 3 പ്രധാനപ്പെട്ട വിഭാഗങ്ങളിലായിട്ടാണ് വരിക. അതിൽ ഒന്ന് തെർമൽ ഡീകമ്പോസിഷൻ, രണ്ടാമത്തത് ഇലക്ട്രിക്കൽ ഡീകമ്പോസിഷൻ, മൂന്നാമത്തത് ഫോട്ടോ കെമിക്കൽ ഡീകമ്പോസിഷൻ. തെർമൽ ഡീകമ്പോസിഷനിൽ തേം എന്ന് പറഞ്ഞാൽ അർത്ഥം ഹീറ്റ് എന്നാണ്. തെർമൽ ഡീകമ്പോസിഷൻ മീൻസ് ഡീകമ്പോസിഷൻ ബൈ മീൻസ് ഓഫ് ഹീറ്റ്. ഹീറ്റ് കൊടുത്ത് ഒരു സബ്സ്റ്റൻസിനെ പൊട്ടിച്ച് സിംപ്ലർ ഫ്രാക്ഷൻസാക്കി മാറ്റുന്ന പ്രോസസ്സാണ് തെർമൽ ഡീകമ്പോസിഷൻ. ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ എക്സാമ്പിളുകളും എല്ലാ CBSE കുട്ടികളും പഠിക്കുന്നതാണ് നല്ലത്. എക്സാമ്പിളിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് കൂടുതലും ചോദിക്കാറുള്ളത്. അപ്പോൾ തെർമൽ ഡീകമ്പോസിഷന് ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന 3 എക്സാമ്പിളിൽ ഒന്ന്, ഗ്രീൻ കളേർഡ് സബ്സ്റ്റൻസ് ഹീറ്റ് ചെയ്യുമ്പോൾ ബ്രൗൺ കളേർഡ് സബ്സ്റ്റൻസിനോടൊപ്പം കളർലെസ് ഗ്യാസുകളും ഇവോൾവ് ചെയ്യുന്നു. ഏതാണ് ഗ്രീൻ കളേർഡ് സബ്സ്റ്റൻസ്, ഏതാണ് ബ്രൗൺ കളേർഡ് സബ്സ്റ്റൻസ്? ഇതാണ് ക്വസ്റ്റ്യൻ. ഇനി ഗ്രീൻ കളേർഡ് സബ്സ്റ്റൻസിൻ്റെ കോമ്പോസിഷൻ FeSO4 7H2O. FeSO4 7H2O ആണ് ഗ്രീൻ കളേർഡ് സബ്സ്റ്റൻസ്. അത് ഹീറ്റ് ചെയ്യുമ്പോൾ ആദ്യം 7 വെള്ളവും പുറത്തു പോകും. അതിനുശേഷം FeSO4 വീണ്ടും പൊട്ടിക്കഴിയുമ്പോൾ കിട്ടുന്നത് Fe2O3 എന്ന ബ്രൗൺ കളേർഡ് സബ്സ്റ്റൻസും 2 ഗ്യാസുകളുമാണ്. ഒന്ന് സൾഫർ ഡയോക്സൈഡും ഒന്ന് സൾഫർ ട്രയോക്സൈഡും ആണ്. ഇതാണ് ആദ്യത്തെ റിയാക്ഷൻ. രണ്ടാമത്തത് കാൽഷ്യം കാർബണേറ്റ് ഹീറ്റ് കൊടുത്ത് പൊട്ടിച്ചാൽ ഏത് കാർബണേറ്റ് പൊട്ടിച്ചാലും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വരും, ഒപ്പം ബാക്കിയുള്ള CaOയും പുറത്തു വരും. അടുത്തത് ലെഡ് നൈട്രേറ്റ് എന്ന കളർലെസ് അല്ലെങ്കിൽ വൈറ്റ് സബ്സ്റ്റൻസ് ചൂടാക്കുമ്പോൾ കളേർഡ് ആയിട്ടുള്ള ഒരു ഗ്യാസും കളർലെസ് ആയിട്ടുള്ള ഒരു ഗ്യാസും മറ്റൊരു സബ്സ്റ്റൻസും ഫോം ചെയ്യും. ഫോം ചെയ്ത സബ്സ്റ്റൻസ് PbO ലെഡിൻ്റെ ഓക്സൈഡ്, ബ്രൗൺ കളേർഡ് ഫ്യൂംസ് നൈട്രജൻ ഡയോക്സൈഡ്, കളർലെസ് ഗ്യാസ് ഓക്സിജൻ. ഇതാണ് 3 തെർമൽ ഡീകമ്പോസിഷൻ. ആ PbNO3 ട്വൈസ് എന്ന ഇക്വേഷൻ ബാലൻസ് ചെയ്യാനും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ബാലൻസിങ്ങിനും നിങ്ങൾ നോക്കിക്കൊള്ളണം. ബാലൻസ്ഡ് ഇക്വേഷൻ എഴുതാൻ പഠിച്ചാൽ ചോദിച്ചാൽ എളുപ്പമായല്ലോ. അങ്ങനെ തെർമൽ ഡീകമ്പോസിഷൻ കഴിഞ്ഞു. അടുത്തത് ഇലക്ട്രിക്കൽ ഡീകമ്പോസിഷൻ. വാക്കുകളിൽ തന്നെ കാര്യങ്ങൾ ഒളിച്ചിരിപ്പുണ്ട്. ഡീകമ്പോസിഷൻ ബൈ മീൻസ് ഓഫ് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിക്കൽ ഡീകമ്പോസിഷൻ ഒറ്റ എക്സാമ്പിളേ ഉള്ളൂ ടെക്സ്റ്റ് ബുക്കിൽ. അത് വെള്ളത്തിൻ്റെ ഡീകമ്പോസിഷനാണ്. വെള്ളം ഒരു പുവർ കണ്ടക്ടറാണ്. പെട്ടെന്നൊന്നും ഇലക്ട്രിസിറ്റിയെ സാധാരണ ഒരു കണ്ടക്ടർ കടത്തിവിടുന്ന വേഗതയിലൊന്നും കടത്തിവിടില്ല. പ്യുവർ വാട്ടർ, അതിനകത്ത് കുറച്ച് ഒരു ഡ്രോപ്പ് ആസിഡോ ഒരു ഡ്രോപ്പ് ആൽക്കലിയോ വെള്ളത്തിൻ്റെ കൂടെ ആഡ് ചെയ്താൽ അത് നല്ലവണ്ണം കണ്ടക്ട് ചെയ്യും. അങ്ങനെ വെള്ളത്തിൻ്റെ ഇലക്ട്രിസിറ്റി കടത്തിവിടുമ്പോൾ ഉണ്ടാകുന്നത് ഹൈഡ്രജനും ഓക്സിജനുമാണ്. ഇവിടെ ഹൈഡ്രജനും ഓക്സിജനും ഉണ്ടാകുന്ന അളവിൽ വ്യത്യാസമുണ്ട്. ഹൈഡ്രജൻ്റെ ഓളിയം 2 ഓളിയവും ഓക്സിജൻ്റെത് 1 ഓളിയവുമാണ്. കാരണം വെള്ളത്തിലുള്ള ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും റേഷ്യോ തന്നെ 2:1 എന്ന റേഷ്യോയിലാണ്. അതുകൊണ്ടാണ് ഇരട്ടി ഹൈഡ്രജനും പകുതി ഓക്സിജനുമായി മാറുന്നത്. അടുത്ത ഡീകമ്പോസിഷൻ ഫോട്ടോ കെമിക്കൽ ഡീകമ്പോസിഷനാണ്. ഫോട്ടോ മീൻസ് ലൈറ്റ്. ലൈറ്റിൻ്റെ പ്രസൻസിലാണ് ഡീകമ്പോസിഷൻ നടക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ലൈറ്റ് എനർജി എടുത്തുകൊണ്ടാണ് ഡീകമ്പോസിഷൻ നടത്തുന്നതെങ്കിൽ റിയാക്ഷൻ്റെ പേര് ഫോട്ടോ കെമിക്കൽ ഡീകമ്പോസിഷൻ. 2 എക്സാമ്പിളാണ് ടെക്സ്റ്റിലുള്ളത്. ഇവിടെയും കളർ ചേഞ്ച് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഒന്ന്, ഡീകമ്പോസിഷൻ ഓഫ് സിൽവർ ക്ലോറൈഡ്. സിൽവർ ക്ലോറൈഡ് ഈസ് വൈറ്റ് സോളിഡ്. ഡീകമ്പോസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് സിൽവറും ക്ലോറിനുമാണ്.
സിൽവർ ഈസ് ഗ്രേ ഇൻ കളർ. അപ്പോൾ വൈറ്റ് കളേർഡ് സബ്സ്റ്റൻസ് ലൈറ്റിൽ ഓപ്പൺ ചെയ്ത് വെച്ചിരുന്നാൽ അത് ഗ്രേ കളേർഡ് സബ്സ്റ്റൻസായി മാറും എന്ന് കണ്ടു കഴിഞ്ഞാൽ റിയാക്ഷൻ ഈസ് ഫോട്ടോ കെമിക്കൽ ഡീകമ്പോസിഷൻ. അതുപോലെ സിൽവർ ബ്രോമൈഡ് യെല്ലോയിഷ് വൈറ്റ് ആണ്, അതും ഗ്രേ കളേർഡ് സിൽവറും ബ്രോമിനുമായി മാറും. ഈ രണ്ട് റിയാക്ഷൻസും ഫോട്ടോഗ്രാഫിയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന റിയാക്ഷൻസാണ്. സിൽവർ ബ്രോമൈഡാണ് കൂടുതലും ഉപയോഗിക്കാറുള്ളത്. രണ്ടുമുള്ളത് കൊണ്ട് രണ്ട് റിയാക്ഷൻസും നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ ഈ ഡീകമ്പോസിഷൻ റിയാക്ഷൻസിലെല്ലാം തന്നെ ഹീറ്റ് എനർജി ഉപയോഗിച്ചു, ലൈറ്റ് എനർജി, ഇലക്ട്രിക്കൽ എനർജി എല്ലാം കോമ്പൗണ്ട് ബ്രേക്ക് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ ഈ കണ്ട ഡീകമ്പോസിഷൻ റിയാക്ഷൻസിലെല്ലാം എനർജി എടുത്തുകൊണ്ടാണ് ഒരു കോമ്പൗണ്ട് പൊട്ടുന്നത്. ഇനി ഹീറ്റ് എനർജി എടുത്താണ് ഒരു കോമ്പൗണ്ട് പൊട്ടുന്നതെങ്കിൽ ആ റിയാക്ഷൻസിനെ നമ്മൾ എൻഡോതെർമിക് റിയാക്ഷൻസ് എന്ന് വിളിക്കും. എൻഡോ മീൻസ് അകത്തോട്ടെന്നാണ്, തെർ മീൻസ് ഹീറ്റ്. ഹീറ്റ് അകത്തോട്ടെടുക്കുന്ന റിയാക്ഷൻസ് ആണ് എൻഡോതെർമിക് റിയാക്ഷൻസ്. എക്സാമ്പിൾ: കാൽഷ്യം കാർബണേറ്റിൻ്റെ ഡീകമ്പോസിഷൻ, സിങ്ക് കാർബണേറ്റിൻ്റെ ഡീകമ്പോസിഷൻ, ലെഡ് നൈട്രേറ്റിൻ്റെ ഡീകമ്പോസിഷൻ, FeSO4 7H2O അഥവാ ഗ്രീൻ വിട്രിയോൾ എന്നറിയപ്പെടുന്ന ആളിൻ്റെ ഡീകമ്പോസിഷൻ. ഇതെല്ലാം എൻഡോതെർമിക് റിയാക്ഷൻസിന് എക്സാമ്പിളാണ്. ടീച്ചർ പഠിപ്പിച്ചത് മുഴുവനും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മടിക്കണ്ട. കൂടാതെ ടീച്ചറിൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.